ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെന്തൊരു ഗാർഡൻ കാണാൻ പോവാണേ. ഗാർഡൻ ഓഫ് ദി വേൾഡാണ് ആ ഗാർഡൻ്റെ പേര്. പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന ഏരിയയിൽ ഞാനൊന്ന് അപ്പാർട്ട്മെൻറ്റ് ഏരിയ ഞാൻ കാണിക്കുന്ന സമയത്ത് വീട്ടിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അത് എടുത്ത് ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു, ഞങ്ങളൊന്നൊരു അമ്പലത്തിൽ പോയിരുന്നു, മലിബു എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ പോയിരുന്നുണ്ടായിരുന്നു. അതിലെ കാണിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ അത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിലൊരു സിനിമ ഷൂട്ട് ചെയ്ത ഏത് പടത്തിൻ്റെ പേരാണെന്നുള്ളത് ഞാൻ ചോദിച്ചായിരുന്നു. ഏതാ ഫിലിം എന്നുള്ളത്, ശങ്കർ മൂവീൻ്റെ ഏതാണ് ഫിലിമിൻ്റെ പേരെന്ന് പറയാൻ പറഞ്ഞായിരുന്നു. അത് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നത് അത് ജീൻസ് പടമാണ്. അത് പാട്ട് സീനാണ് അതിലുള്ളത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ആ അമ്പലമായിരുന്നു ഞാൻ പാട്ട് വാറായ തൊഴി എന്നൊരു പാട്ടാണ്. ആ സീനാണ് അവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. ആ അമ്പലമായിരുന്നു ഞങ്ങളൊന്ന് പോയിട്ട് വന്നത്. ഇനി ഞങ്ങളുടെ ഗാർഡനിൽ പോയിട്ട് ഞങ്ങൾ എടുക്കാം. ബൈ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ കോയമ്പത്തൂരിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. മലയാളിയാണെങ്കിൽ ഞങ്ങൾ സെറ്റിൽഡ് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഫ്രണ്ട്സുകൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെയാണ്, എപ്പോഴാണ് പോയത്, ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. ഞാൻ എല്ലാവരോടും പറയാം, കോയമ്പത്തൂർ ഫ്രണ്ട്സുകൾ എല്ലാവർക്കും ഒരു ഹായ്. ഞാനിപ്പോൾ മോളുടെ കൂടെ കാലിഫോർണിയയിൽ വന്നിരിക്കുകയാണ്. സോറി, ഞാൻ മലയാളത്തിൽ പറഞ്ഞു പോയത്, തമിഴിൽ പറയാണ്. ഹായ് ഫ്രണ്ട്സ്, കോയമ്പത്തൂർ ഫ്രണ്ട്സുകൾക്കെല്ലാം വണക്കം. ഞാനിപ്പോൾ കാലിഫോർണിയയിലാണ് ഇരിക്കുന്ന. பொண்ணு கூட தான் இருக்கேன். மலையாளம் மிக்ஸ் வருது, தமிழ் பேசுறதுக்கு மறந்துட்டு கொஞ்ச நாளாக மறந்துட்டேன். அதனால தமிழ் வருது, இல்லை மலையாளம் வருது, தமிழ் பேசுகிறேன். எல்லாத்துக்கும் வணக்கம். எல்லாத்தையும் நான் மிஸ் பண்ணுறேன் ரொம்ப. எல்லாத்துக்கும் ஹாய். நல்லா இருக்கீங்களா? நல்லா இருக்கேன்னு நினைக்கிறேன். நான் நல்லா இருக்கேன். நான் பொண்ணு கூட வந்திருக்கேன். காலிஃபோர்னியா 3 மாதம் ஆகிடுச்சு. நல்லா இருக்கேன். எல்லாத்துக்கும் நான் கேட்டேன் நான் உங்களை எல்லாத்தையும் மிஸ் பண்ணுறேங்க. ஹாய். வீடியோவில் பார்க்கலாம். ஓகே, பை. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയ. ഞാനന്ന് എനിക്കത് ഇത് എടുത്തത് ശരിയായില്ലായിരുന്നു, വീഡിയോ എടുത്തത് കാണിക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഇപ്പോൾ എടുത്തതിലിടുന്നത്. നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് ഏരിയ, ഞാൻ ഇരിക്കുന്ന ഏരിയ. നമുക്ക് അപ്പാർട്ട്മെന്റ് ഏരിയ ആണ്. ഇതാണ് ഏരിയ കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഉള്ളത്. ഇത് കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, അത് വീഡിയോ എടുക്കാൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്തതിലിടുന്നത് കേട്ടോ. ഇതാണ്, നോക്കിക്കോളേ. ഇതാണ് ഗാർഡൻ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ എൻട്രൻസ് ആണിത്. ഇതിൻ്റെ ബാക്കിയെല്ലാം ഉള്ളിലാണ് ഉള്ളത്. ഞങ്ങൾ NS വന്നിരിക്കുന്നത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലാണ് വന്നിരിക്കുന്നത്. എന്താ ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഉള്ളിൽ പോയിട്ട് നോക്കട്ടെ. ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ പകർത്താൻ വിചാരിച്ചിട്ടാണ്, ഇത് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഇതാണ് എൻട്രൻസ്. ഓക്കെ, മോളങ്ങോട്ട് പോയി. മോളും മോനും കൂടെ പോയിട്ട് എന്താ അവിടെ ഉള്ളതെന്ന് അറിയില്ല. പോയിട്ട് കണ്ട ശേഷം ഞങ്ങൾ അതിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. ചെറിയൊരു ഗാർഡനാണ്. എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയില്ല. ഉള്ളിൽ പോയ ശേഷം നോക്കട്ടെ കേട്ടോ. കാണുന്നുണ്ടല്ലോ, ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അവിടെ ഇതൊക്കെ കാണാൻ നിന്നിട്ടുണ്ട്. വെള്ളത്തിനൊക്കെ ഒരു ഫാൾസ് മരയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയില്ലേ? കാലിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെന്താ, മരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റോസ് ഗാർഡൻ അപ്പുറത്തുള്ള മരം എടുക്കണം. ഇതെന്താണിത്? ഫൗണ്ടനാണ്. ഇവിടെ ഫൗണ്ടനാണ്. ഇതിൻ്റെ എൻട്രൻസിൽ ഇത് ഫൗണ്ടൻ കൊടുത്തിട്ട് നല്ല ഭംഗിയൊക്കെ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് ഉള്ളത് ഫ്രണ്ട്. ഞാൻ അടുത്തതുണ്ടോ നോക്കട്ടെ. കുറേ കൺട്രീസിലെ സ്റ്റൈലിലാണ് ഇവിടെ ഗാർഡൻ എന്ന് പറഞ്ഞില്ലേ. ഇത് ജപ്പാൻസിൻ്റെ ഗാർഡനാണ്. ജപ്പാൻസിൻ്റെ സ്റ്റൈലിലുള്ള ഗാർഡനാണ്. അതിന് ജാപ്പനീസ് ഗാർഡൻ എന്നാണ് ഇതിന് പറയുക. അതിന് ഇവിടെ ഒരു കോഴിപ്പോണ്ടുണ്ട്. പിന്നെ ബാമ്പു എന്ന് പറയുന്ന ഈ മരങ്ങളിലെ ബാമ്പു എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഈ സ്റ്റൈൽ ചെയ്യുന്ന ബാമ്പു എന്ന് പറയും. പിന്നെ ഇവിടെ കാണാൻ നല്ല സ്റ്റൈൽ ചെയ്യുന്ന ജപ്പാൻ സ്റ്റൈലിലാണ് ഇവിടുത്തെ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഗാർഡനെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാണിക്കാനാണ്, ഇവിടെ കാണാൻ ഇത് കാണാൻ ഞങ്ങൾ വന്നത്. കേൾക്കുന്നുണ്ട്, എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വെള്ളച്ചാട്ടമൊന്നുണ്ട് ഇവിടെ. വെള്ളച്ചാട്ടം കണ്ടില്ല, ചെറിയൊരു ഫാൾസുമാരി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്.
അത് കണ്ടോളൂ. ഈ കോഴിപ്പോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫിഷ് ടാങ്കിനാണ് കോഴിപ്പോണ്ട് എന്ന് പറയുന്നത്. അത് ഞാൻ കാണിച്ചു തരാവേ. കോഴിപ്പോണ്ട് ഇത് ജപ്പാനീസിൽ പറയുന്ന ഒരു ഇതാണ്. കോഴിപ്പോണ്ട് എന്നാണ് പറയുന്നത്. നോക്കാം, കാണിച്ചു തരാം. ഫിഷുകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫിഷാണ് ഇതിനുള്ളിലുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫാൾസും ചെറുതായിട്ടൊരു ഫാൾസുമാണ്. ഫിഷുണ്ട്. വ്യത്യസ്തമായിട്ട് മീനുകൾ കണ്ടില്ലേ, കളറായിട്ട് മീൻ. പിന്നെ ഇവിടെ വന്നിരുന്ന് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ സ്ഥലമാണ് ഇത്. വന്ന വെയിലല്ലേ, അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം നടന്ന് ഇവിടെ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണിത്. അത് നല്ല തണുപ്പായിരുന്നു. ആ വെയിൽ വരുമ്പോൾ നല്ല തണുപ്പിലിരുന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. അതിനാണിത്. ഇത് കണ്ടിട്ട് ഇത് മോനും മോളുമാണ്. ഇരിക്കേണ്ടില്ലേ, നമുക്ക് കുറച്ച് നേരം കളിച്ചിട്ട് ടയേർഡായിട്ട് ഇരിക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ അത് കാണിക്കാം, ഒന്നും കൂടെ കാണിക്കാം. കാണുന്നില്ല അല്ലേ, ഫാൾസ്, ചെറിയൊരു ഫാൾസ് ഇതാ ചെയ്യുന്നുണ്ട്. കാണുന്നില്ല, നല്ല രസമല്ലേ നിങ്ങൾ കളിക്കുന്നത് കാണാനായിട്ടല്ലേ. കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. ജാപ്പനീസ് സ്പെഷ്യലാണ് ഇത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കട്ടെ, അടുത്ത് കാണിക്കാം. അടുത്തത് ഏത് കടന്ന് അറിയില്ല, ഞങ്ങൾ നോക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, മോള് പോയിക്കൊണ്ട് മോൻ നടന്നിട്ടിരിക്കുകയാണ്. വാ ഷാരുവായോ അയ്യോ ഏത് അടുത്തേതെന്ന് നോക്കട്ടെ. അവിടെ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. വാ മോമോ, വാ ഷാരുവായോ. ഇതൊക്കെ കാണാൻ വന്ന ആൾക്കാരാണ്. റെസ്റ്റ് എടുത്തിരിക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗാർഡ് നന്നായിട്ടുണ്ടല്ലേ പിങ്കി, നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടല്ലേ. നോക്കി മെയിൻ്റെനൻസ്. നല്ല രസമാണ് കാണാനായിട്ട്. ആൾക്കാരൊക്കെ വന്ന് പോകുന്ന വെയിലും ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഗാർഡൻ സെറ്റപ്പ്. ഭയങ്കര ഫാൾസാണ് ഇവിടെ. ഇതേത് ഗാർഡൻ്റെ പേര്? ഫൗണ്ടനാണോ? ഫൗണ്ടനാണ്. അവിടെ നിന്ന് എടുക്കും, മുന്നിൽ നിന്ന് എടുക്കണം. നമ്മൾ മുന്നിൽ നിന്ന് എടുത്ത് ബാക്ക് സൈഡാണ്. ഞങ്ങൾ മുന്നിൽ നിന്ന് എടുത്ത് കാണിക്കാം. ഇതിൽ ബാക്ക് സൈഡ് കൂടെ വന്നതുകൊണ്ട് ഇങ്ങനെ എടുത്തു മാത്രമേ ഉള്ളൂ. മുൻ സൈഡ് പോയി എടുക്കാം. ഇതെന്ത് റോസാന്ന് അറിയില്ല, നല്ല രസമില്ലേ കാണാനായിട്ട്. കൊത്തായി പൂത്തിട്ടുണ്ട്. ഒരു പൂവേ ഉള്ളൂ, ഗാർഡൻ കണ്ടിട്ടില്ല, ഗാർഡൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഒരു ചെറിയ ഒരു ചെടിയിൽ പൂത്തപ്പൂവാണിത്. കളർ ലാവണ്ടർ കളറാണ്. അത് എന്താ പിങ്കും അല്ല, ഇതെന്ത് കളർ? ലാവണ്ടർ അല്ല പിങ്ക്, ഇതെന്ത് കളർ? അത് നല്ലൊരു കളറാണല്ലേ. ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചു തരാം. ഒരു മലയാണ്, മലയുടെ അടുത്ത് നല്ലൊരു ഗാർഡൻ അല്ലേ. മല റോഡിന് അപ്പുറത്താണ് മലയുള്ളത്. സെൻട്രലൊരു റോഡ് പോകുന്നത്. ആ റോഡും കഴിഞ്ഞിട്ട് കണ്ടാ കാണുന്നത് ഫാൾസ് മാതിരി. അത് ആ ഫാൾസ് കാണിച്ചിട്ടുണ്ടല്ലേ. ഫാൾസ് അതെന്ത് സാധനം? വെള്ളം ഒഴുകുന്ന ഫൗണ്ടനാണ്. ഫാൾസ് അല്ല, ഒരു ഫൗണ്ടനാണ്. അത് ഫ്രണ്ടിൽ വെച്ചെടുക്കണം. അതിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ ഈ ഗാർഡൻ ഉള്ളത്. കാണുന്നില്ലേ, അവിടെ ഒരാൾക്ക് രണ്ടുപേര് ചേർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഇത് വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് ഗാർഡൻ. ഇത് എന്താ ഈ ഗാർഡൻ്റെ പേരെന്താ? എന്തോ ആംഫി തിയേറ്റർ, അത് അങ്ങനെയാണ് പറയുന്നത്. ഇതിൻ്റെ പേര് ആംഫി തിയേറ്റർ എന്നാണ് പറയുന്നത്. അല്ലേ, അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സ്ഥലമാണത്. അതിനുള്ളിൽ പോയി നമുക്ക് റെസ്റ്റ് എടുക്കാം. ആരെ കാണാനില്ല. ഞങ്ങളിപ്പോൾ ഇതാ കളിക്കുകയാണെങ്കിൽ കുട്ടികളെ വെച്ച് കളിക്കാം. ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാനായിട്ട്. ഇത് എങ്ങനെയൊക്കെയുള്ള ഫ്ലവേഴ്സാണ്, നിറയെ പൂവും മരങ്ങളും നല്ല രസമായിട്ടുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വന്നപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. ഗാർഡനാണ് ഏറ്റവും ഭംഗി. ഗാർഡൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ. അതാണ് കാണുന്നത്. വ്യൂ കാണാനായിട്ട്. ഓക്കെ, ഞങ്ങളിതാ
വെയിൽ ഭയങ്കര ദാഹമായി. മോൻ്റെ വെള്ളം ദാഹം എന്ന് പറഞ്ഞ് ജ്യൂസ് കുടിച്ചിട്ട് കുറച്ച് നേരം ഇന്ന് റെസ്റ്റ് എടുത്ത് ഞാൻ വേറെ കാണാൻ പോകുന്നത്. കുടിക്കുമ്പോൾ ലെമണേഡ് ആണ്. ലെമണേഡ് ജ്യൂസ് അല്ല, ലെമൺ ടീ മാറ്റി ലെമണേഡ്. ലേശം ദാഹം അടിച്ചു, കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഞാൻ വെച്ചാണ്. ഞാൻ കുടിക്കാം. അവന് വേണം. നമ്മുടെ കറ്റാർ വാഴ ഉണ്ടല്ലോ, ആ ഒരു ചെടിയിലെ ഒരു സ്പെഷ്യലാണ് തോന്നിയത്. ഇവിടുത്തെ കറ്റാർ വാഴ ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് ഇതിലുള്ളത്. ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഇത് ഇങ്ങനത്തെ കണ്ടപ്പോൾ നമ്മുടെ പെങ്ങളിൽ ഒറ്റയായിട്ട് വരും. ഇത് കൊത്തായിട്ട് വലിയൊരു കൊണ്ട മതി നല്ലൊരു ചെടിയായി കണ്ടു. അതാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പകർത്തിയത്. ഹലോ, ഇവിടെ ഇതൊരു മ്യൂസിയം മാതിരി ഉള്ളത്. എന്താണെന്ന് പോയി നോക്കിയിട്ട്, ഞങ്ങൾ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, പോയി നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ചിലയുണ്ട് ഇവിടെ. ആ ഒരു ചിലയുടെ അവരുടെ പേരെന്താണെന്ന് അറിയില്ല. ഒരു ചില മാത്രം ഇവിടെ ഉണ്ട് വെളിയിൽ. ഉള്ളിൽ എന്താണെന്ന് നോക്കിയിട്ട് കാണിക്കാം. ഉള്ളിൽ പോയിട്ട് കാണിക്കാം. ഇതാണ് അവരുടെ ചിലയാണ്. അവരുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ പോയി നോക്കിയിട്ട് കാണിക്കാം. ഉള്ളിൽ പോകുന്നുണ്ട്. ഉള്ളിൽ പോട്ടെ. എന്താണെന്ന് ചർച്ചാണോ മ്യൂസിയം ആണെന്നാണ് പറയുന്നത്. എത്രമാത്രം വലുതാണെന്ന് ചെറിയൊരു മ്യൂസിയം ആണ്. ഇതാണ് കാലിഫോർണിയ മിഷൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാലിഫോർണിയയിലുള്ള ഓരോ സ്ഥലങ്ങളുടെ ചർച്ചിൻ്റെ പേരൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. കാലിഫോർണിയയിലുള്ള സിറ്റീസിൻ്റെ പേരൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എവിടെയൊക്കെ ചർച്ച് എന്നുള്ള ആ ചർച്ചിൻ്റെ പേരും ഇതാണ്. ഓരോ ചർച്ച് പുരുഷ്മ കോൺസെപ്ഷൻ എന്നൊരു ചർച്ച് ഈ നാട്ടിലുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് അവർ വരഞ്ഞ ഓവിയമായി വെച്ചിരിക്കുകയാണ്. ഇത് സാൻ ജോൺ ക്യാപിസ്റ്റോണോ. ഓക്കെ, അടുത്തത് ഇത് ഞങ്ങൾ ഇവിടെയൊക്കെ പോയി. സാൻ ഫ്രാൻസിസ്കോ സൊളാനോ. ഇതൊരു ചർച്ചാണ്. ഇതിൽ കാലിഫോർണിയയിലുള്ള ഓരോ ചർച്ചിൻ്റെ പേരും അത് ഓവിയമായിട്ട് വരഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ഇത്രയേ ഉള്ളൂ, ചെറുതായിട്ടാണ്. ഇനി നമുക്കതൊന്ന് പകർത്താലോ വിചാരിച്ചിട്ടാണ്. സാന്റാ ബാർബറ. ഇനി അടുത്തത് ഗാർഡനാണ്. നിറയെ റോസുള്ള ഗാർഡനാണ്. അത് ഇംഗ്ലീഷ് ഗാർഡൻ എന്നാണ് പറയുന്നത് പേര്. ഉള്ളിൽ പോയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് പൂക്കളുള്ളത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാർഡൻ. ഫുൾ റോസാണ് ഇതിലുള്ളതുകൊണ്ട്. ഇതൊരു റോസ് പിങ്ക് കളറ്. അവിടെ ഇല്ല, വഴിയില്ല അതിൽ. അതൊക്കെയാണ് പൂക്കൾ. ഇവിടുത്തെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. വീട്ടിനടുത്ത് കുറേ കണ്ടായിരുന്നത്. നല്ല റെഡ് കളർ പൂവ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ലാവൻഡർ കളർ പൂവ്, റോസ്. ഇതൊന്ന് റോസ്. പൂക്കളുടെ ഒരു ഭംഗി നല്ലതല്ലേ കാണാനായിട്ട്, അല്ലേ? കണ്ണിന് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ പൂക്കൾ കാണാനായിട്ട്. പിന്നെ ഗാർഡൻ കാണാനായിട്ട് വന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെയുള്ള ഗാർഡനിൽ പോകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിറയെ പൂ നിൽക്കുന്നുണ്ട്. ഊട്ടിയിലാണ് നമ്മളിതിങ്ങനെ കണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ഗാർഡൻ ഉണ്ട്. റോസ് ഗാർഡൻ, കളറായിട്ട് റോസാണ് ഇതൊക്കെല്ലാം. പിങ്കി ഇതൊന്ന് നോക്കി. ഇതിൽ ഇങ്ങോട്ട് വാ പിങ്കി, ഇവിടെ വാ പിങ്കി, ഇവിടെ നിൽക്ക്. ഇതങ്ങോട്ട് വാ. എന്തൊരു ഭംഗിയാ നോക്കും. അയ്യോ എന്തൊരു രസമാണ്.
കഴിക്കുകയാണ്. ഗാർഡനിലെ കണ്ട് വെയിലിൽ ഭയങ്കര വിശന്ന്. ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. തക്കാളി ബിരിയാണിയും ചെമ്മീൻ ചമ്മന്തിയും ഇതാ കഴിക്കുന്നത്. കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്.